الحمد لله. الحمد لله رب الأرض والسماوات، ملأ قلوب الآباء رحمة بالبنين والبنات، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا رسول الله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, പിതാവും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പലപ്പോഴും പറയാതെയും അറിയാതെയും പോകുന്ന എന്നാൽ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ജീവൻ. ജീവനെക്കുറിച്ച് വല്ലാതെയൊന്നും ചർച്ചകൾ ഉണ്ടാവുന്നില്ല. അതിസങ്കീർണമായ വല്ലാത്ത ഒരു വിഷയമാണ് ജീവൻ എന്നത്. ജീവൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി, ഒരു ലേശം നീട്ടിക്കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും ആളുകൾ തയ്യാറാവും. ജീവനേക്കാൾ വിലയുള്ള എന്താണുള്ളത്? ജീവൻ എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ്റെ വലിയ ഒരു പ്രതിഭാസം. അതിലൂടെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മനുഷ്യർക്കും മറ്റ് ചരാചരങ്ങൾക്കുമെല്ലാം അള്ളാഹു നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നു. അന്ന് തുടങ്ങുന്ന വചനം സൂറത്ത് നിസാഇൻ്റെ തുടക്കത്തിലെ ആദ്യ വചനം തന്നെ നമുക്ക് കാണാം. നിസാ തന്നെ ഉമ്മമാരാണ്. എല്ലാ തലമുറകൾക്കും മുഴുവൻ പുരുഷാരങ്ങൾക്കും ജന്മം നൽകിയിട്ടുള്ള, പിറവി നൽകിയിട്ടുള്ള മാതൃത്വം. അങ്ങനെ പേരുള്ള ഒരധ്യായത്തിൻ്റെ തുടക്കമാണ് ജീവനെക്കുറിച്ച് പറയുന്നത്, പിറവിയെക്കുറിച്ച് പറയുന്നത്. ഒരേ ഒരു ആത്മാവിൽ നിന്നും എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. പുരുഷനെയും പുരുഷനാവശ്യമായ ഇണയെയും. ആദിപിതാവ് ആദമും മാതാവ് ഹവ്വയും അലൈഹിസ്സലാം. അവരിൽ നിന്ന് തലമുറകളായി, സന്താന പരമ്പരകളായി ലോകം അവസാനിക്കുന്നവരെയും മനുഷ്യവംശം. ഇങ്ങനെ കുടുംബത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മുടെ ശ്രദ്ധയിൽ വെക്കുന്നത് കുടുംബജീവിതത്തിലെ സ്നേഹത്തിൻ്റെ നനവും വാത്സല്യത്തിൻ്റെ കനിവും എല്ലാമുള്ള ഒരു വലിയ മാതൃകാ കുടുംബത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചാണ്. അഷ്റഫുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും എല്ലാവർക്കും ഉത്തമമായ മാതൃകയുള്ളത് അവിടെയാണ്. ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ധാരാളം നമ്മൾ കേട്ടുപോയ വചനമാണ്. ഏതൊരാൾക്കും ജീവനയോടെയുള്ള ഈ ജീവൻ അവസാനിപ്പിച്ച് മരണം പുൽകേണ്ടി വരും. സൃഷ്ടാവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള ഏതൊരു മനുഷ്യനും മരണം വരെയുള്ള തൻ്റെ ജീവിതത്തെ, പരലോകത്ത് കൊണ്ടുപോകാനുള്ള തൻ്റെ ജീവിതത്തെ പാകപ്പെടുത്താൻ, സജ്ജമാക്കാൻ ആവശ്യമായ എല്ലാ മാതൃകയും അള്ളാഹുവിൻ്റെ പ്രവാചകരിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചിട്ടുള്ള, ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ മഹിതമായ ഉദാഹരണങ്ങൾ, മാതൃകകൾ ഓരോന്നും നമ്മൾ വേറെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആൺമക്കളൊന്നും ബാക്കിയായില്ല. 4 പെൺകൊടികൾ, മഹിളാരത്നങ്ങൾ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ണിന് കുളിർമയായും സന്തോഷത്തിൻ്റെ സാന്നിധ്യമായും അവരുമായുള്ള ഒരു പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് പെൺകുട്ടികളുമായുള്ള
അവരെ കാണേണ്ടതും അവരെ കേൾക്കേണ്ടതും അവരെ പരിരക്ഷിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമായ എങ്ങനെയെല്ലാം എത്രത്തോളം അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് നമ്മുടെയൊക്കെ ഉമ്മയായ മഹദിയായ മഹാഭാഗ്യവതിയായ ഖദീജ റളിയല്ലാഹു അൻഹ, അവരിലൂടെ പ്രവാചകർക്ക് 4 പെൺമക്കളുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായി അതിലെ സന്തോഷത്തോടൊപ്പം ഓരോ മക്കൾക്കും പേര് വെച്ചു. എന്തുമാത്രം അർത്ഥവത്തായ, എന്തുമാത്രം പ്രതീക്ഷയും പ്രാർത്ഥനയും അടങ്ങിയിട്ടുള്ള പേരുകളാണ്. സൈനബ റളിയല്ലാഹു അൻഹ, അവരെ ആ വാക്കിനർത്ഥം, പേരിൻ്റെ അർത്ഥം ഉത്തമ വൃക്ഷമാണ്. പരിമളം പരത്തുന്ന പൂക്കളും മധുപൂർന്ന മധുരമുള്ള പഴങ്ങളും ഒക്കെ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഉത്തമമായ ഒരു ഫലവൃക്ഷം. എന്നും എപ്പോഴും ജീവിതമാസകലം മറ്റുള്ളവർക്ക് നന്മയായി തീരാനുള്ള ഒരു പ്രാർത്ഥനയുടെ അർത്ഥവും കൂടി അടങ്ങിയ പേര്. പിന്നെ മറ്റൊരു പേര് വെച്ചത് റുഖയ്യ. നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളത് റുഖിയാണ്. റുഖിയല്ല, റുഖയ്യയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യയുടെ പേര്, ആ പേരിനർത്ഥം ഉന്നതമായ സ്ഥാനീയമുള്ളത്, എല്ലാ നിലക്കും ഔന്നത്യം ഉള്ളവൾ എന്നാണ്. വളരെ ആദരണീയമായ ഒരാശയമുള്ള പേരാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ സൗന്ദര്യത്തിൻ്റെ നിറവാണ്. പ്രശോഭിക്കുന്ന മുഖപ്രസാദമുള്ളവൾ, തിളങ്ങുന്ന കവിൾത്തടമുള്ളവൾ, സൗന്ദര്യത്തിൻ്റെ എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പേരാണ് ഉമ്മു കുൽസൂം. അതുപോലെ തന്നെ അവസാനത്തെ മകൾ, ഓമന മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ധാരാളമാണ് നമ്മൾക്കിടയിൽ. ആ പേരിനർത്ഥം, ഭാഷാർത്ഥം മുലകുടി നിർത്തിയവൾ എന്നാണ്. എന്നാൽ അതിൻ്റെ ആശയം അങ്ങനെയല്ല. കുട്ടി സ്വഭാവങ്ങളൊക്കെ മാറി പക്വതയും പൂർണ്ണതയും എത്തിയിട്ടുള്ളവൾ, എല്ലാത്തിനും മതിയായ തൻ്റെ ഇടവും വിവേകവുമുള്ളവൾ എന്നാണ് ഫാത്തിമ. ഇങ്ങനെ 4 പെൺകുട്ടികൾക്കും വലിയ ആശയമുള്ള ഉന്നതമായ അർത്ഥങ്ങളും പ്രതീക്ഷയുമുള്ള പേരുകൾ വെച്ചു. സ്വാഭാവികമായും പ്രവാചക കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്ന ആ മക്കളെല്ലാം ആ പേരിനെ മുഴുവൻ അനർത്ഥമാക്കുന്ന രീതിയിൽ ഉമ്മത്തിന് മാതൃകയായി എന്നത് ചരിത്രം സാക്ഷിയാണ്. മക്കളോടെല്ലാം വല്ലാത്ത സ്നേഹവാത്സല്യത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുള്ളത്. മകൾ ഫാത്തിമ ബീവി കടന്നു വരുമ്പോൾ എത്ര ചെറുപ്പമാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബിബ്നതി, എൻ്റെ പൊന്നുമോൾ അതാ വരുന്നത്. പിടിച്ചു നിൽക്കാനാവാത്ത വാത്സല്യത്തിൻ്റെ അണപൊട്ടിയൊഴുകുന്ന പ്രകടനങ്ങളാണ് നമുക്ക് നബി ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും, പോയി പിടിച്ചു കൊണ്ടുവരും, തൻ്റെ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്നിരുത്തും മകളെ. സ്നേഹത്തിൽ കണ്ണിൻ്റെ പിരികത്തിൽ കൊണ്ടു നടന്ന സ്നേഹവാത്സല്യത്തിൻ്റെ തിടമ്പുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ. ഫാത്തിമ ബിളഅത്തും മിന്നി ഫമൻ അഗ്ലബഹ അഗ്ലബനി. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷണമാണ്, എൻ്റെ ഒരു അംശമാണ്. ഫാത്തിമനെ ആരെങ്കിലും മുഷിപ്പിച്ചാൽ, അവളോട് ആരെങ്കിലും ദേഷ്യം കാണിച്ചാൽ അതെന്നോടുള്ള ദേഷ്യമാണ്, കോപമാണ്, എനിക്കത് സഹിക്കില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. മാത്രമല്ല നമ്മുടെയൊക്കെ ഉമ്മത്തിൻ്റെ ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് കാണിച്ചിരുന്ന ആ ഉപ്പയും മകളും പുന്നാര മോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാണ്. ഞാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹിൻ്റെ ദൂതർ, അവരുടെ സംസാരം, അവരുടെ ചലനങ്ങൾ, അവരുടെ നീക്കങ്ങൾ, ഇതിനോട് അത്രയ്ക്ക് സാദൃശ്യമുള്ള ഒരു ജീവിതം ഫാത്തിമയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നബി സംസാരിക്കുന്നത് പോലെ, നബി പെരുമാറുന്നത് പോലെ, നബി ഇരിക്കുന്നത് പോലെ, നബി നടക്കുന്നത് പോലെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും മകളോട് കാണിച്ചതുപോലെ തന്നെ മകൾ ഫാത്തിമ ബീവി ഉപ്പയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ചെല്ലും. ഉപ്പൻ്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും, കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് കൂടെ ഇരുത്തും. ആ ചൂടും
ആ സ്നേഹവാത്സല്യത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത ആ അനുഭൂതി ആസ്വദിച്ചു കൊണ്ടിരിക്കും അവർ. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം പുത്രബന്ധം, പ്രത്യേകിച്ച് പെൺകുട്ടികളുമായുള്ള ബന്ധം എത്രത്തോളം പാവനമാവണം, എത്രത്തോളം ദൃഢമാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പൻ്റെ മകളായിരുന്നു ഫാത്തിമ എന്ന് ചുരുക്കം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത്. അവരോടുള്ള സ്നേഹവും അവരോടുള്ള എപ്പോഴും ഉള്ളിലും പുറത്തും കാണിക്കുന്ന ആ ബന്ധവും ഓരോ മാതാപിതാക്കളും ഇസ്ലാം ഉൾക്കൊണ്ട ഈമാനുള്ള പ്രവാചകരുടെ ചര്യ സ്വീകരിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയും തൻ്റെ മക്കളോട് കാണിക്കേണ്ടതാണ്. വേറെ എവിടെ നിന്നും കിട്ടാത്ത ഒരു ഉപ്പയും ഒരു ഉമ്മയും മാത്രമാണ് മക്കൾക്കുണ്ടാകുന്നത്. ആ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനത്ത്. ചില അവസരങ്ങളിൽ അങ്ങനെ സംഭവിക്കും. രണ്ടും പകർന്നു നൽകാൻ, രണ്ടിൻ്റെയും സ്ഥാനത്ത് നിൽക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ആരാണോ കൂടെയുള്ളത് അവരെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്നതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ആശ്വസിക്കും. എപ്പോഴും അവരെക്കുറിച്ചുള്ളൊരു ചിന്ത, എപ്പോഴും കാണാനുള്ളൊരു പൂതി, അവസരം കിട്ടിയാലൊക്കെ ചെന്ന് കാണുന്ന, അന്വേഷിക്കുന്ന ആ ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് മോളടുത്തേക്ക് പോവാണ്. അലി റളിയല്ലാഹു അൻഹു ആണല്ലോ പുയ്യാപ്പള. ചരിത്രം വിവരിക്കാൻ പറ്റിയ സമയമല്ല. വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞ് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അലി അവിടെ ഇല്ല. ഉപ്പ ചോദിച്ചു, എവിടെ മോളെ എൻ്റെ പുതിയാപ്പിളനെ കാണാനില്ല. അപ്പം മോള് പറഞ്ഞു, ഒരു ചെറിയ വർത്താനം ഉണ്ടായി, ദേഷ്യം പിടിച്ചിട്ട് ആൾ ഇറങ്ങിപ്പോയി. അത് കേട്ടപ്പോൾ ആ പിതൃ മനസ്സിന് വല്ലാതെയായി. ഒരാളെ പറഞ്ഞയച്ചു, ഒന്ന് പോയി നോക്ക് അലി എവിടെ ഉള്ളത്. ആൾ വന്നിട്ട് പറഞ്ഞു, പള്ളിയിലുണ്ട്, ഉറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പള്ളിയിൽ പോയി. അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തട്ടമൊക്കെ കുറച്ചങ്ങോട്ട് മാറിപ്പോയി. പള്ളി ഇന്നത്തെ പോലെയുള്ള സൗകര്യമുള്ള പള്ളിയൊന്നല്ല. ഇവിടെ തന്നെ നമുക്ക് AC മതിയാവണില്ല അല്ലേ. മദീനത്ത് പള്ളിയിൽ ചരലുകളാണ്, മണൽ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പിള കിടക്കുന്ന കുറച്ച് ഭാഗം മണ്ണിലാണ്, ശരീരത്തിൽ മണ്ണ് വരണ്ടിട്ടുണ്ട്. ആ ഉപ്പ ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്, അയ്യയ്യേ മണ്ണിലാണ് കിടക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആ തിരു കൈകൾ കൊണ്ട് ശരീരത്തിലായ മണ്ണൊക്കെ തട്ടി മാറ്റി പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാത്സല്യം കൊണ്ട് വർത്തമാനത്തിൽ എപ്പോഴോ എന്തോ എവിടെയോ ഉണ്ടായിപ്പോയ ഒരു പിണക്കം, അതെല്ലാം ഉരുകിത്തീർന്നു. മകളെയും പുതിയാപ്പിളിനെയും ഒന്നിച്ചാക്കി ഒരുമിച്ചിരുത്തി ആ സന്തോഷം കണ്ട് സമാധാനിച്ചു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എപ്പോഴും പുരുഷന്മാരുടെ കീഴിൽ കഴിയേണ്ടവരാണ്. എത്ര എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും സംരക്ഷണം കിട്ടിയാലും മകളെക്കുറിച്ചുള്ള ഒരു ആധി, ഒരു വല്ലാത്ത ഒരു പൂതി എപ്പോഴും പിതാവിൻ്റെ മനസ്സിലുണ്ടാവണം. അവരുടെ കാര്യങ്ങളിൽ ആലോചന ഉണ്ടാവണം, ശ്രദ്ധിക്കണം എന്നാണ് ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എത്രത്തോളം ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ചരിത്രത്തിന്, മാനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാസംഭവം. ബദരീങ്ങളുടെ മഹത്വം എന്താണ്? അവർ എന്തൊക്കെയാവട്ടെ, എന്ത് വേണേലും ചെയ്യട്ടെ, കാരണം അവർ സ്വർഗത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റളിയല്ലാഹു അൻഹും വറളു അൻ. അങ്ങനെയുള്ള ബദർ യുദ്ധത്തിന് പോകുമ്പോൾ അതിലെല്ലാവരും ഉത്സാഹപൂർവ്വം മുന്നിട്ടിറങ്ങി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന് പോരണ്ട. എന്താ കാരണം? മകളെ റുഖയ്യൻ്റെ പുതിയാപ്പിളയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മോക്ക് സുഖല്ല. അപ്പം മോളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കാൻ അനുവാദം കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിൻ്റെയും യുദ്ധത്തിൻ്റെയും ബദറിൻ്റെയും ഒക്കെ മഹത്വവും പുണ്യവും ഒക്കെ അറിയുന്ന നമ്മൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. എന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഗണിക്കപ്പെടുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അനുവാദം കൊടുത്തതാണ്. മകളെ നോക്കാൻ വേണ്ടി, സുഖമില്ലാത്ത മകളെടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിലാക്കി. ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ
അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള ശ്രദ്ധയും പരിഗണന പറഞ്ഞാൽ തീരാത്തതാണ്. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും മാത്രം മാതൃകയല്ല, കർമ്മങ്ങളില്ല, ജീവിതത്തിൻ്റെ പച്ചയായ ഓരോരോ അവസരങ്ങളിൽ കുടുംബജീവിതത്തിൽ കുടുംബത്തോട്, ഭാര്യമാരോടും മക്കളോടും ഒക്കെയുള്ള ബന്ധത്തിൻ്റെ, സ്നേഹവാത്സല്യത്തിൻ്റെ, അടുപ്പത്തിൻ്റെ അത് പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം, പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. ഇബാദല്ലാഹ് ഊസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ, ജീവിതത്തിൽ ഓരോ നേരവും ഓരോ കാര്യവും അങ്ങനെയാവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബജീവിതത്തിൻ്റെ വിഷയങ്ങൾ അതൊരു ചെറിയ ഭാഗമാണ്. നാട്ടിലെ, രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് ഒരു വീട്. ആ വീട്ടിലെ കാര്യങ്ങൾ അതത്ര നീട്ടി പറയേണ്ടതില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ പറഞ്ഞാൽ തീരാത്തതാണ് കുടുംബജീവിതത്തിലെ കാര്യങ്ങളും അനുഭവം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള മാതൃകയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ബിൻതൈനി ഔ സലാസ ബനാത്ത്. 2 പെൺകുട്ടികൾ ഒരാൾക്കുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 3 ആള്. അവരെ വളർത്തി കല്യാണം കഴിച്ചു, അയച്ചു, വേണ്ടതെല്ലാം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കുൻതു അനാ വഹുവ ഫിൽ ജന്നത്തി ഹാകദ. 2 വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെൺകുട്ടികളെ പരിഗണിക്കുകയും അവരെ പരിരക്ഷിക്കുകയും അവർക്ക് അറിവും സംസ്കാരവും എല്ലാം നൽകി അവരെ വളർത്തിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പിതാവ് സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെയാണ്. വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. അതൊരു ബാധ്യത എന്നതോടൊപ്പം തന്നെ മഹത്തായ പുണ്യത്തിൻ്റെ ഒരവസരമാണ് എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ അവർ പുരുഷാരത്തിന് മുഴുവൻ ജന്മം നൽകിയിട്ടുള്ള ഏത് വലിയ മഹാനും ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ലാത്ത ആരുമില്ല. ഒരേ ഒരു അത്ഭുത ജന്മമായി പറഞ്ഞ ഈസാ നബി അലൈഹി സ്വലാമിനെ പോലും ഉമ്മ പ്രസവിച്ചത്. അപ്പോൾ ഉമ്മമാരായി വരുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്, നമ്മൾ വളർത്തിയെടുക്കുന്ന പെൺകുട്ടികളാണ്. മാതൃകയുള്ള, ക്ഷമയുടെ, സഹനത്തിൻ്റെ, അർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒക്കെ മാതൃകയുള്ള ജീവിതം നയിക്കുകയും മാതൃകയുള്ള കുടുംബത്തെ വാർത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മമാരാണ്. ആ ഉമ്മമാർ നമ്മുടെ പെൺകുട്ടികളാണ്. അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ ചെറുപ്പം മുതലേ എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. നബി വലിയ സമ്പന്നനായിരുന്നില്ല. എന്തെങ്കിലും കൗതുകമുള്ളത് കിട്ടിയാൽ അത് പെൺകുട്ടികൾക്ക് കൊടുക്കും. പട്ടിൻ്റെ തുണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വിതരണം ചെയ്തു. ഒരിക്കൽ ഒരു സ്വർണത്തിൻ്റെ മോതിരം നബിക്ക് സമ്മാനമായി കിട്ടി. അതുടനെ പേരക്കുട്ടി മകളുടെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു. തഹല്ലി ബിഹാദാ യാ ബുനയ്യ, പൊന്നുമോളെ, കുഞ്ഞുമോളെ, നീ ഇതൊന്നിട്ടാട്ടെ കൈമല് എന്ന് പറഞ്ഞിട്ട് അത് അണിയിച്ചു. ഇങ്ങനെ അത് കണ്ട് സന്തോഷിക്കുകയും അത് ലോകത്തിന് മുഴുവൻ മാതൃകയായി ആ സ്നേഹവാത്സല്യത്തിൻ്റെ അവസരങ്ങൾ, ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവാചക അവിടെ ഗൗരവമായി തന്നെ ഒരിക്കലും നിസ്സാരമായി കാണാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിലെ പ്രത്യേകിച്ച് മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാഹരണങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, എന്തൊക്കെ ബാധ്യതകൾ അവരുടെ മേലുണ്ടോ അതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ആ വചനം വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചക തിരുമേനി കാഴ്ചവെച്ചിട്ടുള്ള ഉന്നതമായ മഹത്വമായ കുടുംബജീവിതത്തിൻ്റെ മാതൃക അത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ അത് പ്രാവർത്തികമാക്കുവാനും ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയുള്ള ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ജീവിതം കാഴ്ചവെക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവും.
اللهم اجعلنا بك مؤمنين ولك عابدين يا رب العالمين، وإلى بناتنا محسنين، وبوالدينا بارين، وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ دولة الإمارات وتولها برعايتك وبعنايتك يا رب العالمين. اللهم احفظ بك شيوخ الإمارات ورئيس الدولة، وادم عليه لباس السداد والحكمة، ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.